ഇനി നമുക്ക് ഷിഫ്റ്റിംഗ് തിയറം കൂടെ യൂസ് ചെയ്തിട്ടുള്ള ഇൻവേഴ്സ് കാണുന്ന പ്രോബ്ലംസ് ആണ് ഉള്ളത്. അപ്പോൾ ഷിഫ്റ്റിംഗ് തിയറം അനുസരിച്ച് നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് എടുക്കുമ്പം എസിന് പകരം വേറെ എസ് പ്ലസ് എയോ എസ് മൈനസ് എയോ എന്തെങ്കിലും ടേം ഉണ്ടെങ്കിൽ എസ് വരുന്ന സ്ഥാനത്ത് എസ് മൈനസ് എ ടേമോ എസ് പ്ലസ് എ ടേമോ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് നമ്മൾ എസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അത് ഇ റേസ് ടു ഫോമിൽ കൺസിഡർ. അപ്പോൾ രണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവും, അല്ലാതെ പറഞ്ഞാൽ കിട്ടത്തില്ല. അപ്പം നമുക്ക് അടുത്ത പ്രോബ്ലംസ് ചെയ്യാം. 44th question. Find the inverse Laplace transform of of 1 by s minus 1 all raised to 4. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 by s minus 1 raised to 4. അപ്പോൾ നമുക്കറിയാം 1 by s raised to 4 ആണ് എങ്കിൽ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ക്യൂബ് എന്ന് പറയുന്നത് 3 factorial divided by s raised to 4 ആണ് അല്ലേ. അപ്പൊ എൽ ഇൻവേഴ്സ് ഓഫ് 3 factorial by x raised to 4 എന്ന് പറയുന്നത് ടി ക്യൂബാണ്. അപ്പൊ നമുക്കിവിടെ എസിന് പകരം എസ് മൈനസ് 1 ആണ് വന്നേക്കുന്നത്. therefore എൽ ഇൻവേഴ്സ് ഓഫ് 1 by s minus 1 raised to 4 നമുക്ക് 1 by 3 factorial 1 by 6 L inverse of 6 by s minus 1 all raised to 4 എന്ന് കൺസിഡർ ചെയ്യാമല്ലോ. നമ്മൾ ആ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് L ഇൻവേഴ്സ് ഓഫ് 6 by s minus 1 raised to 4. അപ്പോൾ ഇത് 6 by s minus a raised to 4 ആണ്. 6 by x raised to 4 ആണെങ്കിൽ അത് ടി ക്യൂബാണ്. അപ്പോൾ ഈ ടി ക്യൂബിന്റെ കൂട്ടത്തിൽ നമ്മൾ s മൈനസ് എ, അപ്പോൾ ഇ റേസ് ടു എ വരും, എ ടി വരും. അപ്പോൾ ഇവിടെ ഇ റേസ് ടു ടി വരും. So this is equal to 1 by 6 e raised to t. s minus 1 ആയതുകൊണ്ട് e raised to t പിന്നെ t ക്യൂബ് വരും. അപ്പോൾ നമുക്ക് ആൻസർ t ക്യൂബ് e raised to t ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. അപ്പോൾ നമ്മൾ ആ എസിന് പകരം എസ് മൈനസ് എയോ എസ് പ്ലസ് എ ഫോമിലോ എന്തെങ്കിലും വരുവാണെങ്കിൽ അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം നമുക്കതിനെ നമ്മൾ ഷിഫ്റ്റിംഗ് തിയറമാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റിംഗ് തിയറം തിരിച്ച് യൂസ് ചെയ്യണം. ഷിഫ്റ്റിംഗ് തിയറം തിരിച്ച് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എസിന് പകരം നമ്മൾ എസ് മൈനസ് എ ഫോമോ എസ് പ്ലസ് എ ഫോമോ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എസ് മൈനസ് എ എസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ അത് എന്തിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെന്ന് നോക്കിയിട്ട് അതിന് പകരം ഇ റേസ് ടു 8 എസ് മൈനസ് എ ആണ് എങ്കിൽ നമ്മൾ അതിനെ ഇ റേസ് ടു 80 ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ചെയ്യുന്ന പ്രോസസ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the inverse Laplace transform of s plus 2 divided by s plus 2 square plus 1. അപ്പോൾ നമ്മൾ അതിനെ എസ് ബൈ എസ് നമുക്ക് വേണ്ടത് എസ് പ്ലസ് 2 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പം നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്താണെന്നുള്ളത് നമ്മൾ ആലോചിക്കും. ഇവിടെ എസ് പ്ലസ് എ ഫോമിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് എന്തിന്റെയാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അത് കോസിന്റെ ഫോമിലാണ്. ഇത് എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ കോസ് 80 ആണ്. ഇവിടെ 1 ആയതുകൊണ്ട് ഇത് കോസ് ടി ആണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് പകരം എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 2 ബൈ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 ഫോമുല വന്നേക്കും. അപ്പൊ നമ്മൾ എസിന് പകരം എസ് പ്ലസ് 2 വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പൊ അത് എസ് മൈനസ് മൈനസ് 2. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2t കോസ് ടി എന്ന് വരും. അപ്പൊ നമ്മൾ ഇ റേസ് ടു മൈനസ് 2t കോസ് ടി. അപ്പൊ റീസൺ ഇതാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസും ഇ റേസ് ടു 80 എഫ് ഓഫ് ടി എന്ന് പറയുന്നത് അപ്പം എഫ് ഓഫ് എസ് മൈനസ് എ യു ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ്
എസ് പ്ലസ് 2 ബൈ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് 2t കോസ് ടി എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് find the inverse Laplace transform of s divided by s minus 1 the whole square minus 4. അപ്പം നമുക്ക് ഇത് എന്ത് ഫോമാണ്? എസ് ബൈ, ഇവിടെ എസ് മൈനസ് 1 ഇല്ല, അത് നമുക്ക് കൊണ്ടുവരാനുള്ളതേ ഉള്ളൂ. നമുക്കപ്പോൾ ഓർക്കേണ്ടത് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്താന്ന് നോക്കണം. എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ മൈനസ് എസ് ബൈ എസ് മൈനസ് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്നത് കോസ് എച്ച് എ ടി ആണ്. അപ്പം നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് പറയുന്നത് അത് കോസ് എച്ച് 2t ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ രണ്ട് റിസൾട്ടുകൾ നമ്മൾ ഓർത്തു വെക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്നത് കോസ് എച്ച് എ ടി ആണ്. എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് പറയുന്നത് കോസ് എച്ച് 2t വരും. Therefore, എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 4, നമുക്ക് അത് എസ് മൈനസ് 1 ബൈ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ആണെങ്കിൽ ഇ റേസ് ടു എന്നുള്ള അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഈക്വൽ ടു എസ് മൈനസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. നമ്മൾ ഒരു മൈനസ് 1 ഒരു 1 മൈനസ് ചെയ്തു പ്ലസ് ചെയ്തു. ദിസ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് വരും. അപ്പം നമുക്ക് ഇവിടെ എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്നത് കോസ് എച്ച് 2t ആണ്. ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് 1 ബൈ എസ് മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. അപ്പം നമുക്ക് ഈ കൂടത്തിൽ എൽ ഇൻവേഴ്സ് ഓഫ് 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ആണെങ്കിൽ അത് സൈൻ എച്ച് 2t എന്നറിയാലോ. എൽ ഇൻവേഴ്സ് ഓഫ് 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ആണ് എങ്കിൽ അത് സൈൻ എച്ച് 2t ആണ്. ഇവിടെ 2 ഇല്ല, പക്ഷേ എസ് സ്ക്വയർ എസ് മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 2, അപ്പോൾ ഒരു 2 നമ്മൾ കൊണ്ടുവരണം. അപ്പം 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ് 1 ഡിവൈഡ് ബൈ എസ് മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ പ്ലസ് 1/2 ഇൻറ്റു നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു എസ് മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു എസ് മൈനസ് 1 ആയതുകൊണ്ട് ഇ റേസ് ടു ടി, ഇത് കോസ് എച്ച് 2t, ഇത് 1/2 2 ആയതുകൊണ്ട് എസ് മൈനസ് 1 ഉള്ളതുകൊണ്ട് ഇ റേസ് ടു ടി സൈൻ എച്ച് 2t എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദി ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് s divided by s plus 3 the whole square plus 1. നമുക്ക് L inverse of s divided by s plus 3 the whole square plus 1. നമുക്ക് എസിൻ്റെ ഇവിടെ s plus 3 ഉണ്ട്. അപ്പോൾ നമുക്കൊരു 3 കൊണ്ടുവരികയും നമുക്ക് s plus 3 minus 3 divided by s plus 3 the whole square plus 1 ഫോമിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. So this is equal to s inverse of s plus 3 divided by x plus 3 the whole square plus 1 minus 3 into L inverse of 1 by s plus 3 the whole square plus 1 എന്ന് എഴുതാം. ഇനി നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം L inverse of s by s square plus 1 എന്താണ്? s by s square plus 1 എന്ന് പറയുമ്പോഴത്തേക്കും അത് കോസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് എ ടി, അപ്പോൾ എസ് ഇത് കോസ് ടി എന്ന് വരും. അതുപോലെ തന്നെ എൽ ഇൻവേഴ്സ് ഓഫ് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ഇവിടെ 1 ആണ്, എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് സൈൻ ടി വരും. Therefore, എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 3 ബൈ എസ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് നമ്മൾ ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്യുവാണ് എങ്കിൽ അത് ഇ റേസ് ടു മൈനസ് 3t
കോസ് ടി എന്ന് വരും. ഇവിടെ നമുക്ക് L inverse of 1 by s plus 3 the whole square plus 1 is equal to e raised to minus 3t sin t എന്ന് വരും. Therefore ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യണം. L inverse of s by s plus 3 the whole square plus 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണ്, is equal to ആദ്യത്തെ ടേം ഇതാണ്, അത് e raised to minus 3t cos t minus 3 into e raised to minus 3t sin t എന്ന് വരും. അപ്പം നമുക്ക് ആൻസർ e raised to minus 3t cos t minus 3 e raised to minus 3t sin t എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് s divided by s minus 3 all raised to 5. s divided by s minus 3 all raised to 5. അപ്പം നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ s minus 3 all raised to 5 നമുക്ക് s minus 3 plus 3 divided by s minus 3 all raised to 5 എന്ന് എഴുതാം. So this is equal to s minus 3 divided by x minus 3 raised to 5 plus 3 divided by s minus 3 raised to 5 എന്ന് വരും. നമ്മൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത്, കാരണം നമുക്ക് മുകളിൽ ഒരു എസ് കിടക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് 1 by s raised to 5 ആണെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ എസ്സിനെ കളയാൻ വേണ്ടി നമ്മൾ -3 plus 3 ചെയ്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു s minus 3 plus 3 ചെയ്തപ്പോൾ s minus 3 by this plus 3 by this. ഇനി s minus 3 divided by this ചെയ്യുമ്പോൾ നമുക്കത് 1 by s minus 3 raised to 4. ഇതിനെ നമുക്ക് 3 by s minus 3 raised to 5 എന്ന് എഴുതാം. ഇനി നമുക്ക് L inverse of 1 by s minus 3 raised to 4 നമുക്ക് 3 factorial 1 by 3 factorial into L inverse of 3 factorial by s minus 3 raised to 4 എഴുതാം, which is equal to 1 by 6. ഇത് 3 factorial by s minus 3 all raised to 4 നമുക്ക് e raised to 3t t ക്യൂബ് എന്ന് എഴുതാം. ഇത് ടി ക്യൂബിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. റീസൺ ഇതാണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ക്യൂബ് എന്ന് പറയുന്നത് 3 factorial by s raised to 4 ആണ്. അടുത്തത് L ഇൻവേഴ്സ് ഓഫ് നമുക്ക് 3 by s minus 3 raised to 5-ൻ്റെത് വേണം. അപ്പം നമുക്കതിനെ 3 പുറത്തെടുത്തിട്ട് 4 factorial വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് L ഇൻവേഴ്സ് ഓഫ് 4 factorial by s minus 3 raised to 5 എന്ന് എഴുതാം. അപ്പം 3 by 4 factorial എന്ന് പറയുമ്പം അത് 1 by 4. L inverse of 4 factorial by ഇതെന്ന് പറയുന്നത് t raised to 4 e raised to 3t വരും. റീസൺ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t raised to 4 എന്ന് പറയുന്നത് 4 factorial by s raised to 5 ആണ്. അപ്പം അതിൻ്റെ അകത്ത് എസിന് പകരം s minus 3 വരുന്നതുകൊണ്ട് e raised to 3t എന്ന് വരും. Therefore നമ്മൾ ഇനി ഇത് കമ്പൈൻ ചെയ്യുവാണ്. L ഇൻവേഴ്സ് ഓഫ് s by s minus 3 raised to 5 is equal to L inverse of 1 by s minus 3 raised to 4 plus 3 by s minus 3 raised to 5 എന്ന് വെക്കാം, which is equal to L inverse of 1 by x minus 3 raised to 4 plus L inverse of 3 by s minus 3 raised to 5. ഇനി ഇത് രണ്ടും നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു ടി ക്യൂബ് e raised to 3t by 6 plus t raised to 4 e raised to 3t by 4 എന്ന് വരും. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. വേണമെങ്കിൽ നമുക്ക് LCM എടുക്കാം. നമുക്ക് ഇവിടെ അകത്ത് 3 6 4 കൂടെ നമുക്ക് LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. Next one, find the
inverse transform of s square plus 2s plus 3 s square plus 2s plus 3 divided by s square plus 2s plus 2 s square plus 2s plus 5. അത് നമുക്ക് കഴിഞ്ഞാൽ പാർഷ്യൽ ഫ്രാക്ഷനോട്ട് കൺവേർട്ട് ചെയ്യണം. എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5. ഇതിൻ്റെ അകത്ത് ഒന്നും നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. കാരണം ഇതിൻ്റെ പ്രൊഡക്റ്റ് 3യും സമ്മ് 2ഉം പ്രൊഡക്റ്റ് 3യും കൂടെ വരുന്ന ഒന്ന്. പ്രൊഡക്റ്റ് 3 വേണമെന്നുണ്ടെങ്കിൽ 1ഉം 3യും മാത്രമേ പറ്റുള്ളൂ. രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് പക്ഷെ നമുക്ക് സമ്മ് 2 കിട്ടത്തില്ല. അപ്പം നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഇതും അതെ നമുക്ക് ഒരിക്കലും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത, ഇത് ആക്ച്വലി കോംപ്ലക്സ് ഫാക്ടേഴ്സാണ് വരുന്നത്. അപ്പം നമുക്കതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ചെയ്യുവാണെങ്കിൽ ഇതൊരു ക്വാഡ്രാറ്റിക്, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് നമുക്കതിനെ as പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എടുക്കാം, പ്ലസ് cx പ്ലസ് ഡി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 എന്നെടുക്കാം. ഇനി നമുക്ക് LC എടുത്ത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 3 ഈസ് ഈക്വൽ ടു as പ്ലസ് ബി ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 പ്ലസ് cx പ്ലസ് ഡി ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് കോയിഫിഷ്യൻറ്റുകൾ ഇക്വേറ്റ് ചെയ്താൽ മതി. ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻസ് ഓഫ് എസ് ക്യൂബ് എടുക്കുകയാണെങ്കിൽ ഈ സൈഡിൽ 0യാണ്. ഇവിടെ as ഉണ്ട്, എസ് സ്ക്വയറും കൂടെ ചെയ്യുമ്പം a. ഇവിടെ c, a പ്ലസ് c ഈക്വൽ ടു 0 ഇംപ്ലൈസ് a ഈസ് ഈക്വൽ ടു മൈനസ് c. ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻ്റ് ഓഫ് എസ് സ്ക്വയർ ഇവിടെ 1 ആണ്. എസ് ഇൻറ്റു എസ് ചെയ്യുമ്പം വരും as ഇൻറ്റു 2s ഉണ്ട്. അപ്പോൾ 2a, b ഉണ്ട്, b എസ് സ്ക്വയർ ടേം ഉണ്ട്, 2c ഉണ്ട്, cs ഇൻറ്റു 2 ചെയ്യുമ്പോൾ 2c പ്ലസ് d ആണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പം നമുക്ക് 1 ഈസ് ഈക്വൽ ടു 2a പ്ലസ് b പ്ലസ് 2c എന്ന് പറയുന്നത് മൈനസ് 2a, മൈനസ് 2a പ്ലസ് d എന്നെടുക്കാം. അപ്പം നമുക്ക് 1 ഈസ് ഈക്വൽ ടു b പ്ലസ് d എന്നുള്ള റിസൾട്ട് കിട്ടി. അപ്പോൾ എസ് സ്ക്വയർ കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്തപ്പം ബിയും ഡിയും തമ്മിൽ നമുക്കൊരു റിലേഷൻ കിട്ടി. ഇനി കോയിഫിഷ്യൻ്റ് ഓഫ് എസ് എടുത്താൽ 2 ഈസ് ഈക്വൽ ടു 5a പ്ലസ് 2b പ്ലസ് 2c cs പ്ലസ് c, കോയിഫിഷ്യൻ്റ് ഓഫ് എസ് ആവാം cs ഇൻറ്റു 2 d ഇൻറ്റു 2 2c 2d. അതിൽ നമുക്ക് b പ്ലസ് ഡി 1 ആണ്. അപ്പോൾ 2 ഈസ് ഈക്വൽ ടു 5a പ്ലസ് 2c പ്ലസ് 2 ഇൻറ്റു ബി പ്ലസ് ഡി എടുക്കാം. കാരണം ബി പ്ലസ് ഡി 2 ഇൻറ്റു ബി പ്ലസ് ഡി ആണല്ലോ. അപ്പം 2 ഈസ് ഈക്വൽ ടു 5a പ്ലസ് 2c പ്ലസ് ബി പ്ലസ് ഡി 1 ആണ്. അപ്പം 2 എന്ന് കിട്ടി. അപ്പം 5a പ്ലസ് 2c ഈക്വൽ ടു 0. അതിൽ a എന്ന് പറയുന്നത് മൈനസ് c. അപ്പം നമുക്ക് മൈനസ് 5c പ്ലസ് 2c ഈക്വൽ ടു 0. അപ്പം മൈനസ് 3c ഈക്വൽ ടു 0 ഇംപ്ലൈസ് c ഈക്വൽ ടു 0. c 0 ഇംപ്ലൈസ് a 0. അപ്പം സിയും എയും 0 ആണ് നമുക്ക് കിട്ടി. സിയും എയും 0യാണ്. ഇനി നമുക്ക് ബിയും ഡിയും കണ്ടുപിടിക്കണം. ബി പ്ലസ് ഡി ഈക്വൽ ടു 1 എന്ന റിലേഷൻ ഉണ്ട്. ഈ കോൺസ്റ്റന്റ് ടേം ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ കോൺസ്റ്റന്റ് ടേം ലെഫ്റ്റ് സൈഡിൽ 3 ആണ്. ഇവിടെ നമുക്ക് 5b പ്ലസ് 2d 5b പ്ലസ് 2d ഈക്വൽ ടു 3. നമുക്ക് b പ്ലസ് ഡി ഈക്വൽ ടു 1 എന്നുണ്ട്. b പ്ലസ് ഡി ഈക്വൽ ടു 1 ആണ്. അപ്പം d ഈസ് ഈക്വൽ ടു 1 മൈനസ് b.
Therefore 3 is equal to 5b plus 2 into 1 minus b. 5b plus 2 minus 2b. 5b plus 2 minus 2b. So 1 is equal to 3b. Implies b is equal to 1 by 3. b നമുക്ക് 1 by 3 എന്ന് കിട്ടും. Therefore d എന്ന് പറയുന്നത് 1 minus b ആണ്. 1 minus b which is equal to 1 minus 1 by 3. 2 by 3 എന്ന് കിട്ടും. Therefore s square plus 2s plus 3 divided by s square plus 2s plus 2 into s square plus 2s plus 5 is equal to നമുക്ക് s square plus 2s plus 3 s square plus ഇതിനെ നമുക്ക് as plus b ആണ്. a 0 ആണ്. അപ്പം b എന്ന് പറയുന്നത് 1 by 3 s square plus 2s plus 2 c 0 ആണ്. അപ്പം d എന്ന് പറയുന്നത് 2 by 3 s square plus 2s plus 5 എന്ന് കിട്ടും. സോ ഇതിനെ നമുക്ക് ഇനി എങ്ങനെയെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഫോമിലോട്ട് വല്ല കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കതിനെ 1 by 3 s square plus 2s plus 1 plus 1 എന്ന് സ്പ്ലിറ്റ് ചെയ്യുക. s square plus 2s plus 1 ആണ്. നമുക്കതിനെ s plus 1 ഹോൾ സ്ക്വയർ എഴുതാം. അതിന് വേണ്ടിയാണ് plus 2 by 3 s square plus 2s plus 1 plus 4 എഴുതി. This is equal to 1 by 3 s plus ഇത്രയും ടേംസ് കമ്പൈൻ ചെയ്താൽ അത് s plus 1 the whole square plus 1 square plus 2 by 3 ഇത്രയും ടേംസ് കമ്പൈൻ ചെയ്താൽ അത് s plus 1 the whole square plus 2 square എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ അറിയാവുന്ന റിസൾട്ട് യൂസ് ചെയ്യണം. നമുക്ക് L inverse of a by s square plus a square. L inverse of a by s square plus a square എന്ന് പറയുന്നത് sin 80യുടെ ഫോർമുലയാണ്. Therefore L inverse of a by s minus b the whole square plus a square എന്ന് പറയുന്നത് e raised to bt sin 80 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് റിസൾട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. L inverse of a by s square plus a square sin 80. അതുകൊണ്ട് a by s minus b the whole square plus a square e raised to bt sin 80 വെച്ച് നമ്മൾ ഇനി ഇതിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L inverse of s square plus 2s plus 3 divided by s square plus 2s plus 2 s square plus 2s plus 5 is equal to L inverse of നമ്മളിവിടെ ഇതിനെ രണ്ട് ടേം ആയിട്ട് തിരിക്കണം. 1 by 3 s plus 1 the whole square plus 1 2 by 3 s plus 1 the whole square plus 2 square. So this is equal to 1 by 3 L inverse of 1 by s plus 1 the whole square plus 1. ഇവിടെ നമുക്ക് 1 by 3 പുറത്തെടുത്താൽ, കാരണം നമുക്കിവിടെ 2 വേണമല്ലോ. L inverse of 2 by s plus 1 the whole square plus 2 square. അപ്പോൾ 1 by 3 ഇത് sin t e raised to t s plus 1 ആയതുകൊണ്ട് e raised to minus t വരും. അടുത്തത് 1 by 3 2 by എന്ന് പറയുമ്പോൾ sin 2t ആണ്. അതിൻ്റെ കൂടെ e raised to minus t വരും. അപ്പോൾ 1 by 3 e raised to minus t നമുക്ക് കോമൺ ആയിട്ട് എടുത്താൽ ഇത് sin t പ്ലസ് sin 2t വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അടുത്തത് ഫൈൻഡ് ദി ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് find the inverse transform of 1 plus 2s divided by s plus 2 the whole square into s minus 1 square. നമുക്ക് ആദ്യം ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം 1 plus 2s divided by s plus 2 the whole square s minus 1 the whole square നമുക്ക് a by s plus 2
ബി ബൈ എസ് പ്ലസ് 2 സ്ക്വയർ സി ബൈ എസ് മൈനസ് 1 ഡി ബൈ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എഴുതണം. പാർഷ്യൽ ഫ്രാക്ഷനോട്ട് കൺവേർട്ട് ചെയ്യാം. Therefore 1 plus 2s is equal to a into s plus 2 s minus 1 square plus b into s minus 1 square plus c into s minus 1 s plus 2 square plus d into x plus 2 the whole square. When s is equal to 1 എടുത്താൽ s ന് നമ്മൾ 1 എടുത്താൽ 1 plus 2 3 ആണ്. 3 is equal to 1 plus 2 3 is equal to നമുക്ക് s ന് 1 കൊടുക്കുമ്പോൾ ഇത് 0 ഇത് 0 ഇത് 0 അപ്പോൾ ഇത് 1 1 plus 2 3 d into 3 square എന്ന് കിട്ടും. അപ്പം 9d equal to 3 implies d is equal to 1 by 3 എന്ന് നമുക്ക് കിട്ടും. അടുത്തത് s is equal to -2 എടുക്കുക. എസ് -2 എടുത്താൽ നമുക്ക് ഈ ടേം 0 ആയിരിക്കും, ഈ ടേം 0 ആയിരിക്കും, ഈ ടേം 0 ആയിരിക്കും. പിന്നെ ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. -2 കൊടുത്തപ്പം ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. ഇവിടെ 2 into -2 1 minus 4 is equal to 1 minus 4 ഇവിടെ -2 കൊടുക്കണം. -2 -1 -3 സ്ക്വയർ. അപ്പം b ഇൻറ്റു -3 സ്ക്വയർ വരും. -3 സ്ക്വയർ 9 ആണ്. ഇത് -3 ഇസ് ഈക്വൽ ടു 9b എന്ന് വരും. ഇംപ്ലൈസ് b ഇസ് ഈക്വൽ ടു -1/3. s ഇസ് ഈക്വൽ ടു -2. അപ്പം നമുക്ക് ബിയും ഡിയും കിട്ടി. എയും സിയും കൂടെ കണ്ടുപിടിക്കാനുണ്ട്. എയും സിയും കൂടെ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഇനി വാല്യൂസ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് കോയിഫിഷ്യൻ്റ് ഓഫ് ആദ്യം നമുക്ക് എസ് ക്യൂബ് എടുക്കാം. ലെഫ്റ്റ് സൈഡിൽ 0 ആണ്. എസ് ക്യൂബ് എടുത്താൽ ലെഫ്റ്റ് സൈഡിൽ 0 ആണ്. ഇവിടെ എസ് ടേം ഉണ്ട്. എസ് സ്ക്വയർ ടേം കൂടെ വരുമ്പം എ വരും. ബിക്കകത്തില്ല. എ പ്ലസ് സി എ പ്ലസ് സി ഈക്വൽ എന്ന് കിട്ടും. ഇംപ്ലൈസ് എ ഇസ് ഈക്വൽ ടു മൈനസ് സി. എ ഇസ് ഈക്വൽ ടു മൈനസ് സി എന്ന് കിട്ടി. കോയിഫിഷ്യൻ്റ് ഓഫ് എസ് ക്യൂബ് കിട്ടി. ഇനി നമുക്ക് എസ് സ്ക്വയർ നോക്കാം. എസ് സ്ക്വയറും 0 ആണ്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് എസ് പ്ലസ് 2 ഇൻറ്റു ഈ ടേം എസ് സ്ക്വയർ -2s + 1 ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് എക്സ് സ്ക്വയർ ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ഇൻറ്റു ചെയ്യുമ്പോൾ 2 ഇൻറ്റു ഈ എസ് സ്ക്വയർ ചെയ്യുമ്പം 2 ഇൻറ്റു ഈ എസ് സ്ക്വയർ ചെയ്യുമ്പം കിട്ടും. പിന്നെ -2s ഇൻറ്റു എസ് ചെയ്യുമ്പം കിട്ടും. അപ്പോൾ അത് ഇതിൻ്റെ അകത്തുനിന്ന് ആദ്യം എസ് ഇൻറ്റു -2s ചെയ്യുമ്പോൾ -2s². ഇവിടെ +2 അത് ക്യാൻസൽ ചെയ്ത് പോകും. എസ് സ്ക്വയർ ടേമിൻ്റെ അകത്ത് ക്യാൻസൽ ചെയ്ത് പോകും. ക്യാൻസൽ ചെയ്ത് പോകും. എസ് സ്ക്വയർ ടേമിൻ്റെ അകത്തില്ല. ഇതിൻ്റെ അകത്ത് ഒരു ടേം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ചെയ്യും. അപ്പം ബി പ്ലസ് സിക്കകത്ത് ചെയ്യുമ്പം ഇവിടെ എസ് സ്ക്വയർ + 4s + 4ഉം എസ് -1ഉം. അപ്പം മൈനസ് എസ് സ്ക്വയറും ഈ -1 ഇൻറ്റു എസ് സ്ക്വയർ ചെയ്യുമ്പോൾ -s². 4s ഇൻറ്റു വെച്ച് അപ്പോൾ 4s² - 3c വരും. 3c + d. അപ്പം നമുക്ക് 0 ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് -1/3 + 3c പ്ലസ് ഡി. ഡി എന്ന് പറയുന്നത് 1/3. അപ്പം -1/3 1/3 പോയി 3c ഉള്ളൂ. ഇംപ്ലൈസ് 3c ഈക്വൽ ടു 0. ഇംപ്ലൈസ് c ഈസ് ഈക്വൽ ടു 0. c 0 വരുമ്പം എയും 0 ആയിരിക്കും. Therefore നമുക്ക് 1 + 2s ഡിവൈഡഡ് ബൈ 1 + 2s ഡിവൈഡഡ് ബൈ s + 2 the whole square s - 1 the whole square is equal to a 0 ആണ്. b എന്ന് പറയുന്നത്
minus 1 by 3 minus 1 by 3 s plus 2 the whole square. C term 0 ആണ് plus d term 1 by 3 s minus 1 the whole square. Therefore, L inverse of 1 plus 2s s plus 2 the whole square s minus 1 the whole square is equal to minus 1 by 3 L inverse of 1 by s plus 2 square plus 1 by 3 L inverse of 1 by s minus 1 the whole square. ഇനി നമുക്ക് വൺ ബൈ എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ആ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി 1 by s സ്ക്വയർ. അപ്പോൾ ഇത് മൈനസ് 1 by 3 എസ് പ്ലസ് 2 ആയതുകൊണ്ട് ഇ റേസ് ടു മൈനസ് 2t ടി എന്നും ഇവിടെ 1 by 3 ഇ റേസ് ടു ടി എന്നും എടുക്കാം. റീസൺ ഇതാണ്, നമുക്ക് അത് സൈഡിൽ എഴുതിയാൽ മതി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി 1 by s സ്ക്വയർ ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ടി എന്ന് പറയുന്നത് 1 by s മൈനസ് എ സ്ക്വയർ. നമുക്ക് ആ ഒരു ഫോമിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 1 by 3 ടി കോമൺ ആയിട്ട് എടുത്താൽ ടി ബൈ 3 കോമൺ ആയിട്ട് എടുത്താൽ ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു മൈനസ് 2t എന്ന് വരും. അപ്പം ആൻസർ നമുക്ക് ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു മൈനസ് 2t ഇൻറ്റു ടി ബൈ 3 എന്ന് കിട്ടും.